സ്നേഹമുള്ളവരെ, എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ തിരുമേനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. കോട്ടയം, പാല പ്രദേശങ്ങളിൽ നിന്ന് 1950-60കളിൽ കുടിയേറിപ്പാർത്ത കർഷക ജനത. എനിക്കിപ്പോഴും എൻ്റെ നാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം അവിടെയുള്ള വീടുകൾ 1980-85 കാലഘട്ടങ്ങളിലൊക്കെ ഓലമേഞ്ഞ വീടുകളായിരുന്നു. ഓലമേഞ്ഞ വീടുകൾ ഏപ്രിൽ മെയ് മാസമായാൽ ഒരാഘോഷമാണ്. തൊട്ടടുത്തുള്ള എല്ലാവരും കൂടെ ഓലമേഞ്ഞ് പുരമെയ്യുവാനായിട്ട് സഹായിക്കുമായിരുന്നു. മലബാറിൽ കപ്പ ധാരാളമുണ്ട്. ആ കപ്പ വാട്ടുവാനായിട്ട് ചുറ്റുവട്ടമുള്ള എല്ലാവരും വന്ന് സഹായിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ റബ്ബർ വെട്ടി കുറച്ച് കഴിയുമ്പോൾ വലിയ മഴ വന്നാൽ ഒന്ന് കൂവിയാൽ മതി, എല്ലാവരും കൂടെ വന്ന് ആ പാലെടുത്ത് ഉറയൊഴിക്കുവാനായിട്ട് സഹായിക്കുമായിരുന്നു. സ്നേഹമുള്ളവരെ, ഇതവർക്ക് കിട്ടിയത് എവിടെ നിന്നാ? വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു അവരുടെ ജീവിതങ്ങളിൽ. കുരിശുമണി അടിക്കുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. 7-7:30 സമയത്ത് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ വലിയൊരു വിശ്വാസമാണ് അവർക്ക് ദൈവത്തിങ്കിലേക്ക് വരുവാനും പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ ഒരുമിച്ച് നിൽക്കുവാനും സാധിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്കും ഇതുപോലെ മറ്റുള്ളവരെ ഇന്നത്തെ കാലഘട്ടങ്ങളിലും സഹായിക്കാനായിട്ട് സാധിക്കണം. പരിശുദ്ധ അമ്മ യൂദയായിലെ മലമ്പ്രദേശത്തിലൂടെ യാത്ര ചെയ്ത് സക്രിയായുടെയും എലിസബത്തിൻ്റെയും അടുക്കലെത്തുക. ആ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിൻ്റെ തന്നെ ദിശ മാറ്റുകയാണ് ചെയ്യുന്നത്. സക്രിയ മാനസികമായ പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു. എലിസബത്താട്ടെ ശാരീരികമായ വ്യതയിലൂടെയും കടന്നു പോകുന്നു. ഈ സമയത്ത് അമ്മയുടെ സാന്നിധ്യം സക്രിയായ്ക്കും എലിസബത്തിനും എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശുവിനും ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമുക്ക് അമ്മയിലേക്ക് നോക്കാം. അമ്മ സ്വന്തം വേദനകൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ സമയം കണ്ടെത്തിയില്ലേ? ഇന്ന് കേരളത്തിൽ എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു. ആ വ്യക്തികൾ പറയുന്ന ഒരേ ഒരു കാര്യം, ഞങ്ങളെ സഹായിക്കാൻ കേൾക്കാൻ ആരുമുണ്ടായില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.